India's foreign policy. India's foreign policy. First of all, we are going to discuss what is meant by a foreign policy. What is meant by a foreign policy? As per this definition, the foreign policy as a framework within which a government conducts its relation with outside world in different formats like bilateral, regional, and multilateral or global. Foreign policy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിംവർക്കാണ്, ഒരു പോളിസി ഫ്രെയിംവർക്കാണ്. അതായത് മറ്റ് രാജ്യങ്ങളുമായി ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം ഇടപഴകാം, അവരുടെ ബൈലാറ്ററലി, മൾട്ടിലാറ്ററലി, ഗ്ലോബലി ആയിട്ടുള്ള റിലേഷൻസ് നമുക്ക് എങ്ങനെ കാത്തു സൂക്ഷിക്കാം. നിങ്ങൾ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, ദെൻ മൾട്ടിലാറ്ററൽ, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ, മൾട്ടിലാറ്ററൽ എന്ന് പറയുമ്പോൾ രണ്ടിലധികം രാജ്യങ്ങൾ, ഗ്ലോബലി എന്ന് പറയുമ്പോൾ ഗ്ലോബലിയുള്ള രാജ്യങ്ങൾ ഒന്നാകെയുള്ള കൂട്ടായ്മ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓരോ രാജ്യങ്ങളുമായും എങ്ങനെയെല്ലാം ഇടപഴകാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്രെയിംവർക്കാണ്, ഒരു പോളിസി ഫ്രെയിംവർക്കാണ് ഫോറിൻ പോളിസി. So what is meant by foreign policy means foreign policy as a framework within which government conducts its relation with outside world in different formats like bilateral, regional, and multilateral or global. This is foreign policy. The main purpose of foreign policy is to safeguard and promote its national interest. Not the word, the national interest. ഫോറിൻ പോളിസിയുടെ ആപ്തവാക്യമാണ് നാഷണൽ ഇൻട്രസ്റ്റ്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇന്ത്യസ് ഫോറിൻ പോളിസി, ഇന്ത്യയുടെ എന്നല്ല മറ്റേത് രാജ്യത്തിന്റെയും ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു നായ്ക്കല്ല് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട പർപ്പസ് ആണ് ഏതെന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ്, വിച്ച് ആർ ദി കൺട്രീസ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ആൻഡ് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കാണാം, സോഷ്യൽ ആൻഡ് മിലിറ്ററി ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഇതാണ് ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ പോളിസിയുടെ ഒരു ഡെഫിനിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. അതായത് the foreign policy means a framework within which the government conducts its relation with outside world in different formats like bilateral, multilateral or global. അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ മറ്റ് പല എക്സാംസിലൂടെയും നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. എവല്യൂഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. ഇന്ത്യസ് ഫോറിൻ പോളിസി പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ പോളിസി പ്രീ ഇൻഡിപെൻഡൻസ് ഫോറിൻ പോളിസി, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി എന്ന രീതിയിൽ രണ്ടായി തരംതിരിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്തായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്തായിരുന്നു എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യസ് പ്രീ ഇൻഡിപെൻഡൻസ് ഫോറിൻ പോളിസി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു ഫോറിൻ പോളിസി എന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് 200 വർഷക്കാലം ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. സോ the main purpose of India's pre-independence foreign policy was supporting British interest. അതായത് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ അറിയാം, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇമ്പീരിയലിസ്റ്റ് ഇൻട്രസ്റ്റ്, ദെൻ കൊളോണിയലിസ്റ്റ് ഇൻട്രസ്റ്റ്, ദെൻ നെക്സ്റ്റ് വൺ മെർക്കന്റലിസ്റ്റ് ഇൻട്രസ്റ്റ്. ഈ 3 വാക്കുകൾ നിങ്ങൾ മുമ്പ് കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ്? ഇമ്പീരിയലിസ്റ്റ് നേച്ചർ. ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പീരിയലിസം? കേട്ടുണ്ടോ? ഇമ്പീരിയലിസം എന്ന് പറയുമ്പം അതായത്
ഒരു രാജ്യത്തിന്റെ സൈന്യം ആ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ കീഴടക്കുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. കൊളോണിയലിസം അതിന്റെ വേറെ മറ്റൊരു ഫീച്ചറാണ്. കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ ഒരു കോളനികൾ സ്ഥാപിച്ച് ആ രാജ്യം ഈ ഹോസ്റ്റ് കൺട്രിയിലേക്ക് അതിന്റെ ഈ പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. മെർക്കന്റിലിസം എന്ന് പറയുന്നതോ? മെർക്കന്റിലിസം മെർക്കന്റിലിസം എന്ന് പറയുന്നത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ട്രേഡ്, അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോയി ആ രാജ്യത്തിന്റെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രാജ്യത്തിന്റെ ട്രേഡിനെയും മറ്റു കാര്യങ്ങളെയും സ്വാധീനിക്കുകയും അവിടുത്തെ ട്രേഡിനെയും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഹോസ്റ്റ് കൺട്രിയുടെ പോളിസികൾ നടപ്പിലാക്കുന്ന പ്രോസസ്സിനെയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അപ്പോ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ഇത്തരം പോളിസികളായിരുന്നു ഈ ഫോറിൻ പോളിസിയുടെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അവരുടെ പ്രത്യേക ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരുന്നു? ഇമ്പീരിയലിസ്റ്റിക് ഇൻട്രസ്റ്റ്, ദെൻ കൊളോണിയലിസ്റ്റ് ഇൻട്രസ്റ്റ്, ദ തേർഡ് വൺ മെർക്കന്റിലിസ്റ്റ് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? ആർക്കെങ്കിലും നോട്ട് ചെയ്യണോ? മൂന്ന് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് വൺ ഇമ്പീരിയലിസം. Second one, colonialism. Third one, mercantilism. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയായിരുന്നു പ്രധാനമായിട്ടും ബ്രിട്ടീഷേഴ്സ് അവരുടെ കോളനികളിൽ മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന സംവാദങ്ങൾ, അതായത് ഫോറിൻ പോളിസികൾ. ദെൻ പ്രീ ഇൻഡിപെൻഡൻസ് ഫോറിൻ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് ആയിരുന്നു. അതായത് ഇന്ത്യൻ ഫോറിൻ പോളിസി ആ സമയത്ത് ഇന്ത്യൻ സിവിൽ സർവീസിൽ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫോറിൻ പോളിസിയും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആയിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. പ്രീ ഇൻഡിപെൻഡൻസ് ഫോറിൻ പോളിസിയുടെ രണ്ട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, സപ്പോർട്ടിംഗ് ബ്രിട്ടീഷേഴ്സ് ഇൻട്രസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ, ലിമിറ്റഡ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ്. അങ്ങനെ നമുക്ക് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളും ഒന്ന് നോക്കാം. ജസ്റ്റ് മിനിറ്റ്. In the early 20th century, India's foreign policy began to shift as country's independence movement gained momentum. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നല്ലൊരു മൊമെന്റം കൈവരിച്ച സമയത്ത് ഈ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഗാന്ധിജി ഉൾപ്പെടുന്ന, നെഹ്റു ഉൾപ്പെടുന്ന നമ്മുടെ ലീഡേഴ്സ് മറ്റു രാജ്യങ്ങളിലെ പ്രധാനമായിട്ടും ഈ ബ്രിട്ടീഷ് കോളനി, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ലീഡേഴ്സുമായി കോണ്ടാക്ട് കൈവരിക്കുകയും അത്തരം കാര്യങ്ങളിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ യു കെയിൽ നിന്നും നമുക്ക് ഈ കോളനികളിൽ നിന്നും സ്വതന്ത്രമാകേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
പല ഡിസ്കഷൻ നടക്കുകയും അങ്ങനെ ഇത്തരത്തിലുള്ള ഡിസ്കഷൻ ഒരു ഇന്റർനാഷണലി കൈവരിക്കാൻ പ്രധാനമായിട്ടും സഹായിക്കുന്ന പല ആക്ടിവിറ്റീസ് നമ്മുടെ ആരിലൂടെ നടപ്പിലാക്കി? ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ലീഡേഴ്സ്, പ്രധാനമായിട്ടും ഗാന്ധിജി, നെഹ്റു എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് ഗാന്ധിജിയുടെ യൂറോപ്പ് സന്ദർശനമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നോ? ഇതിലൂടെ ഒന്നുകൂടി കാണാം. We all read, but never seen in a picture, Miss Madeline Slade, the English daughter of an admiral, who now prefers to be known as Malara Ben. She's one of Mr. Gandhi's most devout disciples. She's leading the way ashore now, and just behind her comes Mr. Gandhi, dressed as he said he would be, in just his loincloth, even in the chilly climes of Europe. And he's carrying with him his pots and pans, which he declared at the customs. He was trotted around Marseille to several receptions and made one or two speeches which rather frightened the French authorities. But when asked to speak into the sound-filled microphone, he said, "I think not." And so we go on our way to England. Well, here we are at Folkestone, with the Biarritz coming alongside, and as Gandhi said, in proper English weather, pouring rain and bitterly cold. Miss Slade was the first ashore to tend to the luggage, that is, the goat's milk, etc. She was followed by Gandhi's son, and then came the little man, still അപ്പോൾ ഗാന്ധി പോലെയുള്ള ലീഡേഴ്സ്, നെഹ്റു പോലെയുള്ള ലീഡേഴ്സ് ഇങ്ങനെ ഇന്റർനാഷണലി ഈ കോളനി വൽക്കരണങ്ങൾക്കെതിരെയുള്ള പല ഡിസ്കഷൻ നടക്കുകയും മറ്റു രാജ്യങ്ങൾ, കോളനികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെ ലീഡേഴ്സുമായിട്ട് കോണ്ടാക്ട് വരികയും അങ്ങനെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞു? ഇന്ത്യസ് ലീഡേഴ്സിന് കഴിഞ്ഞു. അപ്പോൾ 20th സെഞ്ചുറിയിലെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് ആണ്, ഇന്ത്യസ് ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ദ റോൾ ഓഫ് INC in the National Congress. INC worked to raise awareness about the plight of India and other colonized countries to mobilize international support for independence movement. അപ്പോൾ ഈ കോളനി ആയിട്ടുള്ള രാജ്യങ്ങൾ, കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഈ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന് ഒരു ഇന്റർനാഷണലി ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആർക്ക് ലഭിച്ചു? ഇത്തരത്തിലുള്ള ഫോറിൻ പോളിസിയിലൂടെ ഇന്ത്യക്കും മറ്റ് കോളനി രാജ്യങ്ങൾക്കും ലഭിച്ചു. പ്രധാനമായിട്ടും അറ്റ്ലാന്റിക് ചാർട്ടർ പോലെയുള്ള ചാർട്ടറുകൾ പിന്നീട് ഉണ്ടാവുകയും ഇത്തരം രാജ്യങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമാകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി സ്പീഡപ്പ് ആക്കി ഇതിലൂടെ ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് 20th സെഞ്ചുറിയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. 20th സെഞ്ചുറിയിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്ന അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് നോക്കാം. പ്രൊമോഷൻ ഓഫ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. ലീഡേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് sought to promote India's interest on the global stage and improve countries' relation with other nations. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രീ ഇൻഡിപെൻഡൻസ് എറയിൽ ഇന്ത്യസ് ഫോറിൻ പോളിസിയായി നമുക്ക് എണ്ണപ്പെടാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? പ്രീ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ടിങ് ബ്രിട്ടീഷ് നാഷണൽ ഇൻട്രസ്റ്റ്. പ്രധാനമായിട്ടും ഇമ്പീരിയലിസ്റ്റ്, ദെൻ കൊളോണിയലിസം, ദെൻ തേർഡ് വൺ മെർക്കന്റിലിസം. പിന്നെ അന്നത്തെ ഫോറിൻ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് ആയിരുന്നു. വളരെ കുറഞ്ഞ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ്സ് ആണ് ഇന്ത്യക്കാരിലൂടെ നടത്തിയത്. ബാക്കിയെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു നേരിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 20th സെഞ്ചുറിയിൽ ഗാന്ധി, നെഹ്റു പോലെയുള്ള ലീഡേഴ്സ് മറ്റ് കോളനി രാജ്യങ്ങൾ, ബ്രിട്ടന്റെയും മറ്റ് കോളനികളിലെയൊക്കെ ലീഡേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോണ്ടാക്ട് സ്ഥാപിക്കുകയും ഈ കോളനികൾ ഇൻഡിപെൻഡൻസ് ആവേണ്ട, സ്വതന്ത്രമാകേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയും ഭാവിയിൽ പല രാജ്യങ്ങളും പിന്നീട് എന്തായി മാറി? സ്വതന്ത്രമായി മാറി. ഓക്കെ,
അപ്പോൾ അതാണ് പ്രീ ഇൻഡിപെൻഡൻസ് എറയിലെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറയിൽ ഫോറിൻ പോളിസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറ. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ്സ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഫോറിൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ഒരു നായികക്കല്ലായിട്ടുള്ള നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാഷണൽ ഇൻട്രസ്റ്റ്, അതായത് ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻട്രസ്റ്റ്. പല സമയങ്ങളിലും ഈ നാഷണൽ ഇൻട്രസ്റ്റ് വേരി ചെയ്യാം. ആ സമയങ്ങളിലെല്ലാം മുമ്പ് ചിലപ്പോ ഒക്കെ നമ്മുടെ ശത്രുപക്ഷത്തുള്ള രാജ്യമായിരിക്കാം, ചില സമയത്ത് മിത്രങ്ങളായിരിക്കാം. ഈ നാഷണൽ ഇൻട്രസ്റ്റ് വേരി ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് ഈ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാം. പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്ക, USA. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും പ്രധാനമായിട്ടും കോൾഡ് വാർ സമയം നമുക്കെല്ലാവർക്കും അറിയായിരിക്കും. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു കോൾഡ് വാർ, ഒരു ഫൈറ്റ് അല്ലെ, ഒരു ടസൽ, ഒരു വാറായിട്ട് നടന്നില്ല, എന്നാലും അവർ തമ്മിലുള്ള ഒരു ടസൽ, ആരാണ് പവർഫുൾ എന്നുള്ള ചോദ്യം. പക്ഷെ 1991 ആകുമ്പോഴേക്ക് ഈ കോൾഡ് വാർ റഷ്യയുടെ USSRന്റെ പതനത്തോടുകൂടെ ഈ കോൾഡ് വാർ അവസാനിക്കുന്നുണ്ട്. ആ സമയം വരെ പ്രധാനമായിട്ടും റഷ്യയുമായിട്ടായിരുന്നു ഇന്ത്യയുടെ അടുപ്പം. സ്വാഭാവികമായിട്ട് തന്നെ റഷ്യയുടെ എതിർശേരിയായിട്ടുള്ള അമേരിക്ക ഇന്ത്യയുടെ ഒരു ശത്രുവായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഈ സമയത്ത് പല വാറുകളും, പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഇന്ത്യ പല വാറുകളും ഫൈറ്റ് ചെയ്തു. ഏതെല്ലാം വർഷമാണ് ഈ വാറുകൾ നടന്നെന്നറിയോ? ഏതൊക്കെ സമയത്തായിരുന്നു ഈ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്? Indo-Pakistani War in 1947. Yeah. Then any other war? Indo-Sino War, 1962. 1962. India-Pakistan War, 1971. Yes, India-Pakistan War in 1971. അതിന് തൊട്ട് മുമ്പ് 1965 ഇന്ത്യ-പാകിസ്ഥാൻ വാർ നടന്നുണ്ടായിരുന്നു. 1965 ഇന്ത്യ-പാകിസ്ഥാൻ വാർ, 1971 ഇന്ത്യ-പാകിസ്ഥാൻ വാർ, then Kargil War of 1999. കാർഗിൽ വാർ ഓഫ് 1999. പ്രധാനമായിട്ടും ഇത്രയും വാറുകളാണ് പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും ഇന്ത്യ ഫൈറ്റ് ചെയ്തത്. അപ്പോ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഓരോ കാലത്തും ആ കാലത്തുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്സ്, ആ ലീഡർഷിപ്പുകളുടെ ഐഡിയോളജീസ്, പൊളിറ്റിക്കൽ ഐഡിയോളജി, അവരുടെ വിഷൻ, ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഫോർമേഷന് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസി നമ്മൾ പ്രധാനമായിട്ടും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷമുള്ള ഫോറിൻ പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നെഹ്റുവിൻ എറ, ദെൻ ശാസ്ത്രി എറ, ഇന്ദിരാഗാന്ധി എറ,
ഇങ്ങനെ ഓരോ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേരിലാണ് ഇന്ത്യസ് ഫോറിൻ പോളിസി പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ആ രാജ്യത്ത് ഓരോ സമയത്തും ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, പ്രധാനമായിട്ടും പ്രൈം മിനിസ്റ്റേഴ്സ്, ആ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ വിഷൻ ആൻഡ് മിഷൻ, പൊളിറ്റിക്കൽ ഐഡിയോളജി, ഇത്തരം കാര്യങ്ങളെല്ലാം ആ സമയത്തുള്ള ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പ്രധാനമായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഡിറ്റർമിനൻസ്, ഇന്ത്യസ് ഫോറിൻ പോളിസിയെ സ്വാധീനിച്ച മറ്റ് ഡിറ്റർമിനൻസ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. 10 ഡിറ്റർമിനൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. 10 ഡിറ്റർമിനൻസ്. ഫസ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ഒരു രാജ്യവും മറ്റു രാജ്യവുമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ്. Then second one, geographical location. Geographical location. Then economic resources. Economic resources. International law and organizations. Technological advancements. Technological advancements. Then population. Political ideology. Political leaderships, crisis and immediate events. The last one, quality of diplomacy. India's foreign policyയെ പ്രധാനമായിട്ടും സ്വാധീനിച്ച 10 ഘടകങ്ങളാണ്, ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10 ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. Historical perspective. Then second one, geographical location. Third one, economic resources. Economic resources. Then fourth one, population. Fifth one, international law and institutions. Sixth one, technological advancements. Then sixth one, political leadership, the ideology, quality of diplomacy, the last one, crisis and immediate events. ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് പല എക്സാമ്പിൾസും നോക്കാം. എക്സാമ്പിൾസ്: ഹിസ്റ്ററി, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് കോമൺവെൽത്ത് നേഷൻസ് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടോ കോമൺവെൽത്ത് നേഷൻസ്? എന്താണ് ഈ കോമൺവെൽത്ത് നേഷൻസ്? ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങൾ. അതെ, അതായത് ബ്രിട്ടന്റെ കോളനികളായിരുന്ന രാജ്യങ്ങൾ പിന്നീട് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അത്തരം രാജ്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയാം. കോമൺവെൽത്ത് നാഷൻസ്. നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ ഹിസ്റ്റോറിക്കലി അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അത്തരം രാജ്യങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ ഊന്നൽ നൽകുവാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ ഹെഡ്സ് ഓഫ് മിഷൻസിനെ നമ്മൾ എന്ന് പറയും? അംബാസിഡേഴ്സ് എന്ന് പറയും. പക്ഷെ ഈ കോമൺവെൽത്ത് നേഷൻസിലെ ഹെഡ്സ് ഓഫ് മിഷൻസിന് നമ്മൾ എന്ത് പറയും? ഹൈ കമ്മീഷണർ എന്ന് പറയും. അങ്ങനെ പല രീതിയിൽ നമ്മൾ കൂടുതൽ ഊന്നൽ ഇത്തരം രാജ്യങ്ങളിൽ കൊടുക്കാറുണ്ട്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നു ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഓർക്കുന്നോ? ഇന്ത്യ മൗറീഷ്യസ് റിലേഷൻഷിപ്പ്. മൗറീഷ്യസ് എവിടെയാണ്? മൗറീഷ്യസ് ലൊക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതായത് ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഐലൻഡ് നാഷനാണ് ഏതെന്ന് പറയുന്നത്? മൗറീഷ്യസ്. മാൽദീവ്സിന് താഴെ മഡഗാസ്കറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസ്. ആ മൗറീഷ്യസിന്റെ ഒരു സിംഗിൾ ടൈനി ഐലൻഡ് ആയിരുന്ന ആഗ്രേഗ, ആ ആഗ്രേഗ ഐലൻഡ്സില് ഇന്ത്യയുടെ
ഒരു എങ്ങനെ പറയാം, ഇന്ത്യൻ ബേസ്, നേവൽ ബേസ് സ്ഥാപിക്കുന്നതിന് ഭാഗമായി അവിടെ എയർ സ്ട്രിപ്പും ബോട്ട് ജെട്ടി മറ്റ് സംവിധാനങ്ങൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ദെൻ മൗറീഷ്യസ് പ്രൈം മിനിസ്റ്ററും കൂടെ രണ്ടുപേരും കൂടെ ജോയിൻ ആയിട്ടുള്ള ഇന്നാഗുറേഷൻ ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം, ആ മൗറീഷ്യസിലെ 70% ഇന്ത്യക്കാരാണ്. 70% പോപ്പുലേഷൻ എന്ന് പറയുന്നത് മുമ്പ് ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളാണ്. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ സമയത്ത് അവിടുത്തെ വർക്കിന് വേണ്ടി ജോലി ആവശ്യാർത്ഥം ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ ആളുകളാണ് അവർ അവിടെ പിന്നെ സെറ്റിലായി. അപ്പോൾ ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന മൗറീഷ്യസിലെ 70% പോപ്പുലേഷൻ. അപ്പൊ ഇത്തരത്തിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവോടുകൂടെ ഇന്ത്യ ഫോറിൻ പോളിസിയിൽ പ്രധാനപ്പെട്ട ഇൻപുട്ട് നൽകുന്ന പല കാര്യങ്ങളും നമ്മൾ ഓർക്കും. Then second one, geographical location. Geographical location. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി തമ്മിലുള്ള ബന്ധം. ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. അപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജോഗ്രഫിക്കൽ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യസ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി. ദെൻ വെസ്റ്റ് ഏഷ്യൻ പോളിസി. പ്രധാനമായിട്ടും ഈ ഓയിൽ, പെട്രോളിയം പോലെയുള്ള എനർജി റിസോഴ്സുകൾ നമുക്ക് ലഭിക്കുന്നത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്. ഇറാൻ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ. അങ്ങനെ പ്രത്യേക ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഫോറിൻ പോളിസിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് എക്കണോമിക് റിസോഴ്സസ്. ആഫ്രിക്കൻ പോളിസിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ ആഫ്രിക്കൻ പോളിസി. അതിൽ പ്രധാനമായിട്ടും ആഫ്രിക്കൻ പോളിസി അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ പല രാജ്യങ്ങളിലും കാണപ്പെട്ട ഇത്തരത്തിലുള്ള മൈനിങ് റിസോഴ്സുകൾ, മൈൻ ചെയ്തെടുക്കാത്ത മിനറൽ റിസർവുകൾ പല രാജ്യങ്ങളിലും കാണാം. പക്ഷെ അത്തരം രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും പോവർട്ടിയിലും മറ്റ് ക്രൈസിസിലും ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അവിടെ നടത്താറുണ്ട്. ഇതുപോലത്തെ മിനറൽ റിസർവുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇന്ത്യ സഹായിക്കാറുണ്ട്. അപ്പോൾ എക്കണോമിക് റിസോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഫോറിൻ പോളിസിയിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ദെൻ മറ്റ് രാജ്യങ്ങൾ, ഈ എക്കണോമിക്കലി വെൽ ആയിട്ടുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി നമ്മൾ എപ്പോഴും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. UK, USA, മറ്റ് പല യൂറോപ്യൻ കൺട്രീസും ഓസ്ട്രേലിയ പോലുള്ള പല രാജ്യങ്ങളുമായും നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്സ് കാണാൻ പറ്റും. UK-യുമായിട്ട് ഇപ്പോ ഒരു ഫൈനൽ ഡിസ്കഷനിലാണ്. യൂറോപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, കേട്ടില്ലെങ്കിൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററലി ആയിട്ടുള്ള ഒപ്പിടുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇത്തരം എഗ്രിമെന്റിലൂടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് വസ്തുക്കൾ, ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, ആ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ ടാക്സിൽ വരുത്തുന്ന കുറവുകളാണ് ഇത്തരത്തിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ടാക്സ് ഇളവുകളെ കുറിച്ചിട്ട് പറയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. മനസ്സിലായോ?
Yes, sir. Yes, sir. ആ ഓക്കെ. ദെൻ അടുത്തതായി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പ്രധാനമായിട്ടും ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ റിലേഷൻ കിടക്കുന്നത്. അഗ്രികൾച്ചറൽ ടെക്നോളജി ആണെങ്കിലും റിവർ റിജനറേഷൻ ടെക്നോളജി ആണെങ്കിലും മറ്റ് പല രീതിയിലുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻ നമ്മൾ എവിടുന്ന് സ്വീകരിക്കാറുണ്ട്? ഇസ്രായേലിന് സ്വീകരിക്കാറുണ്ട്. ദെൻ ഇനി റഷ്യ ആണെങ്കിലും ഫ്രാൻസ്, ഈവൻ അമേരിക്ക പുതിയ പുതിയ ടെക്നോളജികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ഇത്തരത്തിലുള്ള ടെക്നോളജീസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനൻസ് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കാം. അടുത്തതാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആൻഡ് ഐഡിയോളജി. ഇത് പ്രധാനമായിട്ടും ഇന്റർ ഡിപെൻഡന്റ് ആണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അവരുടെ ഐഡിയോളജീസ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നമുക്കെല്ലാവർക്കും അറിയാം, ചേരിയിൽ ചേരാത്ത നയം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. പക്ഷേ പല ഗവൺമെന്റുകളും അതിനുശേഷം വന്നിരിക്കുന്ന പല ഗവൺമെന്റുകളും അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈവൻ ജവഹർലാൽ നെഹ്റു ആയിരുന്ന സമയത്ത് ഒരു ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ, റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ, രണ്ട് രീതിയിലുള്ള പ്രിൻസിപ്പിൾ ആണ് ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഡിഫറൻസ് പോളിസി എന്ന് പറയുന്നത്. ഐഡിയലിസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും സമാധാനപരമായി എല്ലാവരും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാവരും സുഖസുന്ദരമായി ജീവിക്കുന്നു. അപ്പൊ അതാണ് ഒരു ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ഒരു സ്വന്തം രാജ്യത്തെ ഊട്ടുക, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ സമയത്തും ഈ റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ എല്ലാ സമയത്തും അഗ്രസീവ് ആയിരിക്കും. പക്ഷേ ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന രാജ്യം എല്ലാ സമയത്തും എന്തായിരിക്കും? എപ്പോഴും ശാന്തമായിരിക്കും. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ പല പൊളിറ്റിക്കൽ ഐഡിയോളജീസ് വന്ന സമയത്ത് ഈ കാര്യങ്ങളിൽ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തു. അതായത് ജവഹർലാൽ നെഹ്റു ആയിരുന്ന സമയത്ത് ഒരു ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്തു. ആ സമയത്ത് തന്നെ നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എപ്പോഴും മുൻഗണന നൽകി. ആ ഒരു കാര്യം തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളും നമ്മളോട് ഇങ്ങനെയാണ് ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യ ഭായ് ഭായ് എന്ന് പറഞ്ഞ നെഹ്റു 1962 ഇന്ത്യയുമായി ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റ്, ഒരു വാർ, യുദ്ധം ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു ഞെട്ടൽ ആരുണ്ടാക്കി? ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി. കാരണം അന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും സമാധാനപരമായിട്ട് എല്ലാവരും സമാധാന കാംക്ഷികളാണ് എന്നാണ് അന്ന് ജവഹർലാൽ നെഹ്റു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അടുത്ത ഗവൺമെന്റ്, ശാസ്ത്രി ഗവൺമെന്റും ഇന്ദിരാഗാന്ധി ഗവൺമെന്റും ഒരു റിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് അവർ ഫോളോ ചെയ്തത്. അതായത് ഏത് സമയത്തും മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാം. അപ്പോ അത്തരം അക്രമങ്ങളെ കൃത്യമായി നേരിടാൻ ഇന്ത്യക്ക് ആംസ് വേണം, അമ്യുനേഷൻ വേണം, നല്ല ആയുധ ശേഖരങ്ങൾ വേണം, മറ്റ് രാജ്യങ്ങളുമായി നമുക്ക് നല്ല ബന്ധം വേണം. അങ്ങനെയൊക്കെയാണ് റഷ്യയുമായി നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആര് സൈൻ ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി സൈൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും 1971
ഇന്ത്യ പാകിസ്ഥാൻ വാർ അല്ലെങ്കിൽ ബംഗ്ലാദേശി ലിബറേഷൻ വാറിൽ അത്തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്തു. അതിന്റെ കാരണം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 1971 പാകിസ്ഥാനെ സഹായിക്കാനും വേണ്ടി ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന 7th ഫ്ലീറ്റ്, അമേരിക്കയുടെ 7th ഫ്ലീറ്റ് എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായിട്ടൊരു ഫ്ലീറ്റ് ആണ്. അപ്പോ ആ 7th ഫ്ലീറ്റ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് എത്തി. പക്ഷെ റഷ്യയുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയുടെ ഭാഗമായി റഷ്യ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് ആ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടും ഒരു ഭാവിയിൽ ഒരു ന്യൂക്ലിയർ എസ്കലേഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു വിചാരം കൊണ്ട് മാത്രമാണ് അന്ന് അമേരിക്ക ഇന്ത്യയെ എന്ത് ചെയ്യായിരുന്നത്, ഇന്ത്യയുമായിട്ട് വാർ ഫൈറ്റ് ചെയ്യായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് 1971 വാർ ഇന്ത്യ ജയിച്ചതും. കാരണം ചൈന, അമേരിക്ക പോലെയുള്ള പ്രബല ശക്തികൾ ആർക്ക് അനുകൂലമായിരുന്നു? പാകിസ്ഥാന് അനുകൂലമായിരുന്നു. പക്ഷെ റഷ്യയുടെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ, അവിടെയൊക്കെയാണ് ഈ ന്യൂക്ലിയർ സബ്മറൈനിന്റെ പ്രത്യേകത, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലായത്. അതായത് ഈ 7th ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേയധികം കപ്പലുകളുണ്ട്, വിമാനവാഹിനി കപ്പലുകളുണ്ട്. ഇത്തരത്തിലുള്ള വലിയൊരു ഫ്ലീറ്റിനെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ കൊണ്ട് ആർക്ക് തടുക്കാനായി? റഷ്യക്ക് തടുക്കാനായി. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ ഐഡിയോളജി മാറുന്നതനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ മാറ്റങ്ങൾ വരാം. ദെൻ അടുത്തതായി ക്രൈസിസ് ആൻഡ് ഇമ്മീഡിയറ്റ് ഇവന്റ്സ്. ഓരോ രാജ്യത്തും ഉണ്ടാവുന്ന ക്രൈസിസ്, ഇപ്പോ പാകിസ്ഥാൻ, ചൈന, മറ്റ് പല രാജ്യങ്ങൾ, നമ്മൾ ചില സമയത്ത് ഒരു ഏലിയൻ രാജ്യമാണെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അവർ നമ്മൾ സഹായിക്കാറുണ്ട്. അങ്ങനെ ഓരോ ക്രൈസിസ് ഇവന്റ്സിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസികളിൽ മാറ്റങ്ങൾ വരാം. ഇങ്ങനെ പല രീതിയിൽ പ്രധാനമായിട്ടും 10 ഡിറ്റർമിനൻസ് ആണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയെ സ്വാധീനിക്കുന്ന 10 ഡിറ്റർമിനൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഒരു അവയർനെസ് കിട്ടിയോ? ഇതെല്ലാം കാണാതെ പഠിക്കണം എന്നില്ല. പ്രധാനമായിട്ടും ഈ UPSC എക്സാം എഴുതാൻ പോകുന്ന വ്യക്തികൾക്ക് മാത്രമാണ്, മെയിൻസ് എഴുതാൻ പോകുന്ന വ്യക്തികൾക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഇത്തരം ഈ അവയർനെസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന്റെ ഒരു കോംപ്രിഹെൻസീവ് ഐഡിയാസ് ന്യൂസ് പേപ്പറിലൂടെ ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത PPT പോട്ടെ. Okay. Yes, sir. Yes. Yes, sir. How India's foreign policy evolved over the years. First event നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ ഉണ്ടായി 1947, ഇന്തോ പാകിസ്ഥാനി വാർ 1947. അതായത് ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർ ഉണ്ടായത്. നമുക്കറിയാം, ജമ്മു കാശ്മീർ അവിടുത്തെ മഹാരാജ ഇന്ത്യയിൽ ലയിക്കാൻ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് നിൽക്കാനാണ് അവിടുത്തെ രാജാവ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയം ആ ഒരു തക്കം നോക്കിയിട്ട് പാകിസ്ഥാൻ പട്ടാളം അവിടുത്തെ ട്രൈബ്സ്മെന്, ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന മിലീഷ്യക്ക് അവർക്ക് കൊടുത്ത സപ്പോർട്ടോടുകൂടെ അവരൊരു സിവിൽ വാർ പുറപ്പെട്ടു. അതിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരെ സഹായിച്ചു?
മഹാരാജ അതായത് കാശ്മീരിലെ മഹാരാജനെ സഹായിച്ചു. അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന ഒരു എഗ്രിമെന്റിലൂടെ ജമ്മു കാശ്മീർ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ലയിച്ചു. അപ്പോൾ 1947 ഫസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഇന്തോ പാകിസ്ഥാനി വാർ 1947. അടുത്താണ് പ്രധാനമായിട്ടും 1954 ഒരു ഇവന്റ് എന്ന് പറയുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് 1954 55 ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ഈജിപ്തിലെ കമാൽ അബ്ദുൽ നാസറും ഇന്തോനേഷ്യ, ചെക്കോസ്ലോവാക്യ പോലെയുള്ള രാജ്യങ്ങളിലെ നേതാക്കളുമായും നെഹ്റു കൂടിയാലോചന നടത്തി. റഷ്യയിലും അമേരിക്കയിലും ചേരാതെ ഒരു ചേരാ നയം രൂപീകരിക്കാൻ ഇവർ തമ്മിൽ ഒരു പദ്ധതി ഉണ്ടാക്കി. അങ്ങനെയാണ് നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് 1961 ബൽഗ്രേഡിൽ വെച്ച സമ്മേളനത്തിൽ ആദ്യമായി ലോഞ്ച് ചെയ്തത്. അപ്പോ 54-55 സമയത്ത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ്. 1962 ഇന്ത്യ ചൈന വാർ അല്ലെങ്കിൽ സീനോ ഇന്ത്യൻ വാർ. ഇന്ത്യ ചൈന വാർ ഇൻ 1962. 1964 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ആരായിരുന്നു അറിയോ? ലാൽ ബഹദൂർ ശാസ്ത്രി. തൊട്ടടുത്ത വർഷം സർ ഈ 1954 തന്നെയല്ലേ പഞ്ചശീൽ അഗ്രിമെന്റ് അനൗൺസ് ചെയ്യപ്പെട്ടത്? 1954 തന്നെയല്ലേ പഞ്ചശീൽ അനൗൺസ് ചെയ്യപ്പെട്ടത്? ജസ്റ്റ് 1964 ആണോ അതിനു മുമ്പ്? അല്ല സർ, 1954. ഓക്കെ, 1954. അതെ, 1954 യെസ്, 1954 പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ഞാൻ 1964 ആണ് കേട്ടത്. യെസ്, 1954 പഞ്ചശീൽ പ്രിൻസിപ്പിൾ. ഞാൻ ആ ഒരു പോയിന്റ് വിട്ടുപോയി അല്ലേ? യെസ് സർ. ഓക്കെ. യെസ്, 1954 പഞ്ചശീൽ പ്രിൻസിപ്പിൾ ഫോം ചെയ്യുന്നു. ഇന്ത്യയും ചൈനയും പിന്നീട് മറ്റ് രാജ്യങ്ങളുമായിട്ടും ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾ ആര് സൈൻ ചെയ്യുന്നുണ്ട്? ബർമ, ലാവോസ്, നേപ്പാൾ, വിയറ്റ്നാം, യുഗോസ്ലാവിയ ആൻഡ് കംബോഡിയ. ഈ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചശീൽ പ്രിൻസിപ്പിൾ ലെറ്റർ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1954. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, സോറി. Then 1964 നെഹ്റു അന്തരിക്കുന്നു. ദെൻ അടുത്ത പ്രൈം മിനിസ്റ്ററായി ആര് വരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു. അപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി സ്വാഭാവികമായിട്ടും 1962 ഒരു വാർ നമ്മുടെ ഐഡിയലിസ്റ്റിക് പ്രിൻസിപ്പിൾ നിന്ന് റിയലിസ്റ്റിക് പ്രിൻസിപ്പിളിലേക്കുള്ള ഒരു മാറ്റത്തിന് പ്രധാനമായിട്ടും ഒരു കാതലായി മാറിയിട്ടുണ്ടായിരുന്നു. 1964 ലാൽ ബഹദൂർ ശാസ്ത്രി വന്നതിന് തൊട്ട് അടുത്ത വർഷം 1965 ഒരു വാറും കൂടി നമ്മൾ ഫൈറ്റ് ചെയ്തു. ഏതായിരുന്നു വാർ? ഇന്തോ പാകിസ്ഥാനി വാർ. ദെൻ 1971 വീണ്ടും ഇന്തോ പാകിസ്ഥാനി വാർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറഞ്ഞുകൊണ്ട് 1971 വീണ്ടും ഒരു യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 1974 ഇന്ത്യ ഒരു ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞ കോഡ് നെയിമില് 1974 അന്നത്തെ നമ്മുടെ PM ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്നത്തെ നമ്മുടെ PM. ഓക്കെ, 1974 ദ സ്മൈലിംഗ് ബുദ്ധ. അതിനുശേഷം 1980-കളില് പല മേഖലകളിലും
ഒരു ഇന്റർനാഷണൽ പ്രസൻസ് ഉറപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. യുഎന്നിന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണെങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ സിവിൽ വാർ അടിച്ചമർത്താനുള്ള ഇന്ത്യയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആണെങ്കിലും ദ ഫോർമേഷൻ ഓഫ് സാർക്ക് ആണെങ്കിലും ഇങ്ങനെ പല രീതിയിലുള്ള ഇന്റർനാഷണൽ പ്രസൻസ് കൊണ്ടുവരാൻ 1980-കളിൽ അന്നത്തെ ലീഡർഷിപ്പിന് കഴിഞ്ഞു. 1985 പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സാർക്ക്. 1987 ഇന്ത്യയുടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് നമ്മൾ എങ്ങോട്ട് അയച്ചു? ശ്രീലങ്കയിലേക്ക് അയച്ചു. 1989 കാശ്മീരിൽ ഒരു ആംഡ് റെബല്യൻ എന്ന രീതിയിൽ ഇൻസർജൻസീസ് വളരാൻ പ്രധാനമായിട്ടൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അലയൊലികൾ പല സമയങ്ങളിലായി ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ 1974 ഇന്ത്യയുടെ ഒരു ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ്, സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് വീണ്ടും നമ്മളൊരു ബോംബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് വർഷം എന്നറിയോ? 1998 അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. നമ്മൾ ഡിസ്കസ് ചെയ്യാം. 1991 അടുത്ത ഇയർ ആണ്. 1991 ദ എൻഡ് ഓഫ് കോൾഡ് വാർ. ആ സമയം വരെ ഇന്ത്യയുടെ സന്തത സഹചാരിയായിരുന്ന USSR 1991 പതിക്കുന്നു. അങ്ങനെ കോൾഡ് വാർ എൻഡ് ആവുന്നു. അങ്ങനെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. അതായത് ഒരു ബൈപോളാർ വേൾഡ് ബിക്കം സിംഗിൾ പോളാർ വേൾഡ്. അതായത് അമേരിക്ക പൂർണ്ണ ശക്തിയായി വളർന്നു. അതുവരെ അമേരിക്കയാണോ USSR ആണോ കൂടുതൽ പ്രബല ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ USSR തകർന്നതോടുകൂടെ അമേരിക്ക ബിക്കം മോർ പവർഫുൾ. ഓക്കെ. 1991 സ്വാഭാവികമായിട്ടും നമ്മൾ LPG റിഫോംസിനെ കുറിച്ച് പഠിച്ചു. LPG റിഫോംസ് കേട്ട് കാണും അല്ലെ? LPG റിഫോംസ് എന്താണ്? LPG റിഫോംസ് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ഗ്ലോബലൈസേഷൻ. യെസ്, LPG റിഫോംസ് അതും 1991 ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ആണ്. കഴിഞ്ഞ വീക്കില് നിങ്ങൾ ഒരു ന്യൂസ് കണ്ടാണെന്ന് വിചാരിക്കുന്നു. അതായത് ഏകദേശം $100 ബില്യൺ അത്രത്തോളം വരുന്ന ഇന്ത്യയുടെ ഗോൾഡ് അവർ UK നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോ ഈ 1991 ആ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അന്ന് RBIയുടെ കയ്യിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഗോൾഡ് ശേഖരം അമേരിക്കയിലെ വേൾഡ് ബാങ്കിലും IMFിലുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഗോൾഡ് അല്ല കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. 1991 ഫിനാൻഷ്യൽ ക്രൈസിസും അതുമായിട്ട് ബന്ധപ്പെട്ട് LPG റിഫോംസും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ദെൻ 1992 ഒരു ഫോർമൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആരുമായിട്ട് നമ്മൾ വെക്കുന്നത്? ഇസ്രായേലുമായിട്ട് നമ്മൾ ഒരു ഫോർമൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ 1996 CTBT കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, ട്രീറ്റി 1996 വേൾഡ് ലോകത്തൊട്ടാകെ വരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതായത് CTBT എഗ്രിമെന്റിൽ നിന്നും റഷ്യ പിൻവാങ്ങി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ലെ CTBT
കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. പക്ഷേ ഈ ഒരു ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തില്ല. പ്രധാനമായിട്ടും ഈ CTBT NPT പോലെയുള്ള സംഭവത്തിൽ സൈൻ ചെയ്യാത്ത പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CTBT NPT NSG പോലെയുള്ള ആ ഒരു എഗ്രിമെന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ്സ്, നോൺ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ്. വെപ്പണൈസ്ഡ് സ്റ്റേറ്റ് ആൻഡ് നോൺ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ന്യൂക്ലിയർ വെപ്പൺ ഉള്ള കൺട്രി, ഇല്ലാത്ത കൺട്രി, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നു. ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കൺട്രീസ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് അവർക്ക് കൈവശം വെക്കുവാനും, ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത കൺട്രി ഭാവിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയുള്ള എഗ്രിമെന്റ് ആയിരുന്നു ഇത്. മനസ്സിലായോ? Yes, sir. അപ്പോ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ് ആൻഡ് നോൺ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ്, ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള കൺട്രീസ് അവരുടെ വെപ്പൺസ് കൈവശം വെക്കുവാനും, ഇല്ലാത്ത കൺട്രീസ് വെപ്പൺസ് ഭാവി ഉണ്ടാക്കാതിരിക്കാനുള്ള എഗ്രിമെന്റ് ആയിരുന്നു ഈ CTBT അല്ലെങ്കിൽ NPT. CTBT മീൻസ് കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, NPT മീൻസ് Nuclear non-proliferation treaty. ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി. അപ്പോ സ്വാഭാവികമായിട്ടും 5 സ്റ്റേറ്റുകളാണ്, സോറി സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന രാജ്യം കേട്ടോ, 5 നേഷൻസ് അല്ലെങ്കിൽ 5 രാജ്യങ്ങളാണ് ഈ വെപ്പണൈസ്ഡ് സ്റ്റേറ്റ് ആയി ഇപ്പോഴും അംഗീകരിക്കപ്പെടുന്നത്. അതായത് UN രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങൾ, ആ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതായി അംഗീകരിക്കപ്പെടുന്ന രാജ്യങ്ങൾ. മറ്റു രാജ്യങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ എഗ്രിമെന്റുകളിൽ ഇന്ത്യയും പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടില്ല. ഈവൻ CTBTയുടെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് റഷ്യ അതിൽ നിന്നും പിൻവാങ്ങി. റഷ്യ പറയുന്നത് അമേരിക്ക ഇതുവരെ ഈ എഗ്രിമെന്റ് റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് റഷ്യ ഇതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഈ CTBT എഗ്രിമെന്റ് ഫലത്തിൽ വന്നിട്ടില്ല, അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ 1998 നമ്മൾ രണ്ടാമതും ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നു. 1998 പൊക്രാനിൽ വെച്ച് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്ന സമയത്ത് ഒരു ന്യൂക്ലിയർ ടെസ്റ്റും കൂടി നടത്തുന്നു. അങ്ങനെ ഫുള്ളി വെപ്പണൈസ്ഡ് സ്റ്റേറ്റ് ആയി ഇന്ത്യ മാറുന്നു. ഫുള്ളി ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു. തൊട്ടടുത്ത വർഷം 1999 കാർഗിൽ വാർ. ദെൻ 2005 ഒരു പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഈ 1998 ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു വേൾഡ് സാങ്ഷൻ ഇന്ത്യക്കെതിരെ ആരെ ചുമത്തുന്നുണ്ട്? USA ചുമത്തുന്നുണ്ട്. സാങ്ഷൻ കേട്ടിട്ടുണ്ടോ? സാങ്ഷൻ, ഉപരോധം അല്ലേ? ഇപ്പോ ഇറാനൊക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധം കേട്ട് കാണും അല്ലേ? കേട്ടിട്ടുണ്ടോ ഉപരോധത്തെ കുറിച്ച്? കഴിഞ്ഞ മാസത്തിൽ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യ ഫ്യൂവല്, അതായത് ഇങ്ങനെ പെട്രോളിയം കൂടിയ അളവിൽ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മേലിലും ഉപരോധം കൊണ്ടുവരും. ഇങ്ങനെ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നോ? Yes, sir. അപ്പോ നിലവിൽ ഇറാൻ, റഷ്യ പോലെയുള്ള, നോർത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെയൊക്കെ അമേരിക്കൻ ഉപരോധം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സാങ്ഷൻ ഇന്ത്യക്ക് മേൽ ആര് ചുമത്തിയിട്ടുണ്ടായിരുന്നു? അമേരിക്ക ചുമത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2005 സമയത്താണ്, അന്ന് ബുഷ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്, മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അപ്പോ ഈ UPA ഫസ്റ്റ് ഉള്ള സമയത്താണ്. അങ്ങനെ 2005, 2008 ഈ സമയങ്ങളിൽ ഇന്ത്യയും അമേരിക്കയുമായി ഈ ഒരു ന്യൂക്ലിയർ ഡീല്
ഉണ്ടാക്കുന്നുണ്ട്. 2008 അത് ലാസ്റ്റ് ഫോം ചെയ്യുന്നത്. അങ്ങനെ 2008 ഒരു ഡീൽ ആരുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്? ഇന്ത്യയുമായി അമേരിക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ 2008 ആരായിരുന്നു? ബുഷ്. 2005 ബുഷ് ആയിരുന്നു, 2008 ഒബാമ ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ അതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺസോ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള പല റിസോഴ്സുകളും ഇത്തരം സാങ്ഷൻ ആയതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഇത്തരത്തിൽ പല ടെക്നോളജീസും അല്ലെങ്കിൽ പല വസ്തുക്കളും ഇത്തരം ഈ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടർ വേണ്ട പല വസ്തുക്കളും മെഷീൻസ് പോലെയുള്ള കാര്യങ്ങൾ ടെക്നോളജിയൊക്കെ ഇന്ത്യക്ക് ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ ഈ 2008 നടന്ന ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ഡീലിലൂടെ അമേരിക്ക ഇത്തരം റിസോഴ്സുകൾ തരാം ഫോർ ഓൺലി സിവിൽ പർപ്പസ്. അതായത് ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഇത്തരത്തിൽ ഈ മെഷീൻസും മറ്റു കാര്യങ്ങളും സപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഡീൽ ഉണ്ടായത്. അപ്പൊ അതാണ് ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ഡീൽ. ഓക്കെ. 2008 പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് 26/11 മുംബൈ ടെറർ അറ്റാക്ക് ആണ്. പാകിസ്ഥാൻ സപ്പോർട്ടോടുകൂടെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ISI അവരുടെ സഹായത്തോടുകൂടെ ഇന്ത്യയെ ആരാക്രമിക്കുന്നു? ടെററിസ്റ്റ് ആക്രമിക്കുന്നു, അല്ലെ? മുംബൈ ഭീകരാക്രമണം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. Then 2009, 2014, 16 increased engagements with ASEAN, BRICS and other multilateral organization. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയി അടുത്ത ക്ലാസ്സിൽ നെഹ്റുവിൻ എറ, ദെൻ മറ്റ് ശാസ്ത്രീയ എറ എന്ന് പറഞ്ഞ ഓരോ എറയെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട് എന്ന് ചോദിച്ചോളൂ. Any doubts? No, sir. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ? യെസ്. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സൺഡേ മിക്കവാറും നമുക്കൊരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. ഒരു മോട്ടിവേഷൻ സെഷൻ ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.